വക്കീലെ, മലയാളികൾ പ്രബുദ്ധരാണെന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ NRI മലയാളികൾ, അതിൽ 10,000 പേരാണ് നാടിനെ കുട്ടിച്ചോറാക്കാൻ ഫണ്ടിങ് ചെയ്തിരിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമല്ലേ ഇത്? നമ്മള് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നതും അല്ലാതെയുള്ള ചില സംഭവങ്ങളുണ്ട് നമ്പ്യാരെ. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ, വിശേഷിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ മുസ്ലിം ബാങ്കുകളുണ്ട്. അവിടെ പലിശ ഇല്ലാതാണ് പണം കൊടുക്കുന്നത്. സർവീസ് ചാർജ് പോലും വാങ്ങിക്കത്തില്ല, കോടിക്കണക്കിന് രൂപ. അങ്ങനെ കേരളത്തിലെ ചില പ്രമുഖ വ്യവസായികൾ, പേരൊന്നും ഞാൻ പറയുന്നു, പ്രമുഖ വ്യവസായികളുടെ ഫണ്ട് മൊത്തം ഈ മുസ്ലിം ബാങ്കിന്റെ ഫണ്ടാണ്. പണ്ടൊരു സ്വർണ്ണ വ്യാപാരി ജയിലിൽ പോയതൊക്കെ ഈ പൈസ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വന്നു. ഇപ്പോൾ കാനഡ കേന്ദ്രീകരിച്ച് ഒരു പരിധി വരെ ഇപ്പൊ പുറത്തുപോയ അവിടുത്തെ കാനഡ പ്രധാനമന്ത്രിയുടെ ഒക്കെ ഒത്താശയോടുകൂടി സിഖ് തീവ്രവാദികൾ വീണ്ടും ഖാലിസ്ഥാൻ തീവ്രവാദികൾ മുളച്ചു പൊങ്ങുന്നൊരു കഥയും നമ്മൾ കണ്ടതാണ്. ഇപ്പൊ വിദേശത്തിരുന്നുകൊണ്ട് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പലരും നടത്തുന്നു. പിന്നെ നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ടൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അൽ-ഖ്വയ്ദ, ലഷ്കർ തൊയ്ബ ഇങ്ങനെ നിരവധി ഭീകര സംഘടനകൾ വളർന്ന് പന്തലിച്ച് ലോകത്തിന് മുമ്പ് നമുക്കറിയാം അമേരിക്ക കണ്ട ഏറ്റവും വലിയ ആക്രമണം. അമേരിക്ക അത്രയും വലിയ ആക്രമണം നേരിട്ടിട്ടില്ല. അൽ-ഖ്വയ്ദ നടത്തിയ, ബിൻ ലാദന്റെ നടത്തിയ ആക്രമണമായി. ഇതൊരു ആഗോള പ്രതിഭാസമായിട്ട് മുസ്ലിം തീവ്രവാദ സംഘടന വളർന്നിട്ടുണ്ട്. അത് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളെ ബാധിക്കുന്നതല്ല എങ്കിൽ പോലും, ന്യൂനപക്ഷമാണെങ്കിൽ പോലും ആ തീവ്രവാദമാണ് നമ്മൾ നേരിടേണ്ടി വരുന്നത്. ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന ഒന്നാണ് ഈ തീവ്രവാദ സംഘടന. അത് ആര് നടത്തിയാലും തീവ്രവാദം നമുക്ക് രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്നതാണെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച്, ഖുറാനെ സംബന്ധിച്ച് അവർക്ക് എസെൻഷ്യൽ പ്രാക്ടീസ് എന്ന് പറയുന്ന പ്രധാനമായിട്ട് 5 കാര്യം. ഒന്ന്, ഏകദൈവ വിശ്വാസം, നോമ്പ് പിടിക്കുക, 5 പ്രാവശ്യം നിസ്കരിക്കുക, ഹജ്ജിന് പോകുക. മറ്റൊന്ന്, ഇവരുടെ വരവിന്റെ ഇത്ര ശതമാനം മറ്റ് പാവത്തുങ്ങൾക്കൊക്കെ ദാനകർമ്മങ്ങൾ ചെയ്യാന്നാണ് പറയുന്നത്. ഇപ്പോൾ ശരിയാ, ഇവിടെ പറഞ്ഞതുപോലെ കോടിക്കണക്കിന് രൂപ വരുമാനം ഉള്ളവര് അവരിപ്പോ 100 കോടി രൂപ വരവുണ്ടെങ്കിൽ 2 കോടിയോ 3 കോടി രൂപ അവർ കൊടുക്കും. അത് മുസ്ലിങ്ങൾക്ക് തന്നെ കൊടുക്കണമെന്നൊന്നും ഖുറാനിൽ പറയുന്നൊന്നുമില്ല. പാവത്തുങ്ങൾക്കോ ഇല്ലാത്തവർക്കോ ഒക്കെ കൊടുക്കണം എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ അവരുടെ എസെൻഷ്യൽ പ്രാക്ടീസിൽ വരുന്നു. അപ്പൊ ഈ പണം മാത്രമല്ല, കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ? അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പം ഇത് പലയിടത്തും ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതിനകത്തൊന്നും തർക്കമൊന്നുമില്ല. പിന്നെ ഇവിടിപ്പോൾ ഗവൺമെന്റ് NIA ആണെന്ന് തോന്നുന്നു കണ്ടെത്തി 10,000-ഓളം പേരിങ്ങനെ കോടിക്കണക്കിന് രൂപ പല കള്ള അക്കൗണ്ടുകളിലും, പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിലോ മറ്റു ഫ്രണ്ടിന്റെ പേരിലോ ഒക്കെ അക്കൗണ്ടുകൾ വരുന്നുണ്ടെന്ന് പറയും. ആ പണങ്ങൾ ഉപയോഗിക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവരെ ശിക്ഷിക്കപ്പെടുക. അത് രാജ്യദ്രോഹ കുറ്റം. ഇവിടെ നമുക്കതിന് പ്രത്യേകിച്ചൊരു നിയമമുണ്ട്. അവർ ഡൽഹിയിലെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ രാജ്യത്തിനകത്തേക്കുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ പുറത്തൊരു രാജ്യത്തിരുന്നുകൊണ്ട് ഒരാൾ നിയന്ത്രിച്ചാൽ ആ വ്യക്തി, വിശേഷിച്ച് ഇന്ത്യക്കാരനാണെങ്കിൽ, കേന്ദ്ര ഗവൺമെന്റിനെ ആ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ആ കുറ്റവാളിയെ കൈമാറാൻ എക്സ്ട്രഡിഷൻ ട്രീറ്റി മിക്ക രാജ്യങ്ങളുമായിട്ടുണ്ട്. വളരെ കുറച്ച് രാജ്യങ്ങളുമായിട്ടുള്ളത് നമുക്ക് എക്സ്ട്രഡിഷൻ ട്രീറ്റി ഇല്ലാത്തത്. ഗൾഫ് രാജ്യങ്ങളിൽ മിക്കതുമായിട്ട് നമുക്ക് എക്സ്ട്രഡിഷൻ ട്രീറ്റി ഉണ്ട്. ഈ പണം വരുന്നത് കൂടുതൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പൊ എക്സ്ട്രഡിഷൻ ട്രീറ്റി ഉപയോഗിച്ച് കേന്ദ്ര ഗവൺമെന്റിന് ഈ പ്രതികളായിട്ടുള്ളവർ നമ്മുടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നതുവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അവരെ ആ പ്രതികൾ അവർ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ, ഈ പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന രീതിയിലാണ് പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, മതവിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ, അതെല്ലാത്തിനകത്തും നമുക്ക് തീർച്ചയായിട്ടും ആ പ്രതികളെ നമുക്ക് അറസ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള നിയമമുണ്ട്. നമ്മൾ കാനഡയുമായിട്ട് ഞാൻ സൂചിപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ചില ഖാലിസ്ഥാൻ വാദികളുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആയിരുന്നു. നമ്മൾ ഇപ്പോൾ പുറത്തുപോയ കാനഡ പ്രധാനമന്ത്രിയും നമ്മളുമായിട്ടുണ്ടായത്. ചില ഖാലിസ്ഥാൻ തീവ്രവാദികളെ, ഇന്ത്യക്കെതിരെ പ്രവർത്തനം നടത്തുന്നവരെ കാനഡ ഗവൺമെന്റ് സംരക്ഷിക്കുന്ന എന്നൊരു ഇഷ്യൂ ഉണ്ടായി. അതിന് കാനഡ ഗവൺമെന്റ് അവർക്ക് പിന്തുണ കൊടുക്കുന്നു എന്നൊരു ഇഷ്യൂ ഒക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ മറ്റൊരു രാജ്യത്തിരുന്നുകൊണ്ട്, ഇന്ത്യയെ സംബന്ധിച്ചൊരു പ്രത്യേകത ഉണ്ട്. മിക്ക മുസ്ലിം രാജ്യങ്ങളും, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുമായിട്ട്, ദുബായ് ഒക്കെ ആയിട്ട് നമ്മൾ വളരെ കൂടുതൽ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം, അബുദാബി തുടങ്ങിയ UAE രാജ്യങ്ങൾ ഒക്കെ ആയിട്ട് വളരെ വലിയൊരു ബന്ധമാണ് ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോഴുള്ളത്. അപ്പോൾ ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന്റെ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ പണം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിന് ആ ഗവൺമെന്റുകളുടെ സഹായത്തോടുകൂടി അവരെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയും. അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. ആ രീതിയിലേക്ക് തന്നെ നീങ്ങണം. അതിനകത്തൊന്നും ആരും എതിരില്ല. നമ്മുടെ രാജ്യത്തിന്റെയോ ഇവിടുത്തെ ഭാരതത്തിന്റെ മതേതരത്വം തകർക്കുന്നതിനോ ഏത് വിധ്വംസക പ്രവർത്തികൾ നിന്നാലും അവരെയൊക്കെ അറസ്റ്റ് ചെയ്യണം. അവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം.
അത് മാത്രമല്ലല്ലോ, നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മൾ ആഘോഷിച്ചു കൊണ്ടുവരുന്ന നമ്മുടെ ഒരു മതസൗഹാർദ്ദം, നമ്മുടെ ഭാരതത്തിന്റെ ഒരു പ്രത്യേകത, ഇതെല്ലാം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അല്ല അപ്പോൾ വക്കീലെ, അതിനകത്ത് ഒരു കാര്യം ചോദിച്ചോട്ടെ, മോദി സർക്കാർ മുസ്ലിങ്ങളെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് കൊടിപിടിക്കല്ലേ ഇവിടെ? അല്ല, മുസ്ലിങ്ങളെ വേട്ടയാടുന്നത് ഇതല്ലല്ലോ. അത് നമ്മുടെ ഭാരതത്തിനകത്ത് വരുന്ന ചില ഇഷ്യൂസും അന്തർദേശീയ തലത്തിലുള്ള ഇഷ്യൂസ് നമ്മൾ രണ്ടിലും കൂടെ കൂടിക്കുഴച്ച് കാണുന്നുണ്ട്. അത് ചില സ്ഥലങ്ങളില്ലേ അല്ല ചില അത് നമ്മള് താങ്കൾ പറഞ്ഞ പോലെ ഈ 10,000 പേരെ വിട്ടുതരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഇടപാട് നടക്കില്ല. അല്ല, ഞാൻ പറഞ്ഞ 10,000 പേരെ വിട്ടുതരണം എന്ന് പറയുന്നത് അവർ ആ രീതിയിൽ ഫണ്ടിങ് നമ്മുടെ രാജ്യത്ത് അനിശ്ചിതാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി പണം ചെലവാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടി എടുക്കാൻ ഈ രാഷ്ട്രങ്ങളൊന്നും ഇതിന് നിൽക്കില്ല. കാരണം അവരൊക്കെ പല രീതിയിലും നമ്മുടെ ഗവൺമെന്റുമായിട്ട് അങ്ങേയറ്റം ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പൊ സൗദി അറേബ്യയായിട്ട് വളരെ ശക്തമായ ബന്ധമാണ്. കാരണം റഷ്യൻ പ്രശ്നം ഉണ്ടായപ്പോൾ അത് ക്രൂഡ് ഓയിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യമാണ്. സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ കസ്റ്റമർ നമ്മളാണ്. നമ്മളെ വിട്ടൊന്നും അവർക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെന്റ് ശക്തമായ നടപടിയായിട്ട് പോയാൽ മിഡിൽ ഈസ്റ്റിൽ വരുന്ന കൂടുതൽ രാജ്യങ്ങൾക്കും ഇന്ത്യ ഗവൺമെന്റ് രീതിയായിട്ട് വഴങ്ങേണ്ടി വരും. UAE ഉൾപ്പെടെയുള്ള 7 രാജ്യങ്ങൾ അവിടെ ഏറ്റവും നല്ല ബന്ധമല്ല. അവിടെ ഇപ്പോൾ തന്നെ വിസ ചട്ടങ്ങളൊക്കെ ഗവൺമെന്റ് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഞാനൊക്കെ പണ്ട് പോകുമ്പോഴുള്ള നിയമമല്ല ഇപ്പൊ ഈ അടുത്ത സമയം ദുബൈയിൽ പോയപ്പോഴുള്ളത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ഇന്തോനേഷ്യ, അവിടെയുമായിട്ട് നമ്മൾ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ രാജ്യങ്ങളെല്ലാമായിട്ടും നയതന്ത്ര ബന്ധത്തിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ നയതന്ത്ര ബന്ധത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതെന്ന് ബോധ്യമുണ്ടായത്. അവിടെയാണ് നമ്പ്യാർ ചോദിച്ച ഒരു ചോദ്യത്തിന് പ്രസക്തി. അതൊരിക്കലും നിരപരാധികളിലേക്ക് പോകരുത്. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ യൂസഫ് അലി പണം കൊടുക്കുന്ന കാര്യം പറഞ്ഞു, മമ്മൂട്ടി, അദ്ദേഹം വളരെ കൂടുതൽ ചാരിറ്റബിൾ പ്രവർത്തികൾ ചെയ്യുന്നവരാണ്. അപ്പൊ ആ പണം കൊടുക്കുന്നത് അവരുടെ അറിവോടെയാണ്. ഞാൻ ഒരു അനുഭവം പറയാം. എന്റെ ഒരു അനുഭവം, ഒരാഴ്ചക്ക് മുമ്പാണ് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എന്റെ ഒരു സുഹൃത്ത്, ഒരു പോലീസ് ഓഫീസറുടെ കേസിന്റെ കാര്യം ചർച്ച കൊണ്ട് എന്റെ വീട്ടിലിരിക്കുക. അപ്പോൾ ഒരു സാംസ്കാരിക സംഘടനയുടെ പേരിൽ സാധുജന സംരക്ഷണം എന്ന് പറഞ്ഞ് 2 സ്ത്രീകൾ, ഒരു പരിചയമില്ല, അവര് വന്നു ഒരു രസീത് തന്നു, അവരുടെ കാർഡൊക്കെ കാണിച്ചു. ഞാനൊരു സംഭാവന കൊടുത്തു. പോയി കഴിഞ്ഞപ്പോൾ ഈ പോലീസ് ഓഫീസർ പറഞ്ഞു, വക്കീലെ മേലെ ഇങ്ങനെ പൈസ കൊടുക്കരുത്. അവരിങ്ങനെ പലതിനെ അന്വേഷിച്ചപ്പം ഇങ്ങനെയുള്ള സംഘടനകളൊന്നും ഇല്ല. ഇപ്പൊ ഇവര് സാധുജന സംരക്ഷണ സമിതി എന്നും പറഞ്ഞാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശൂരനാട് എന്ന സ്ഥലത്തു നിന്നാണ്. അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ കാണിക്കുന്നത്. കള്ളമൊന്നും എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെ നിരവധി അവിടെയാണ് തെറ്റിയത്. ഇത് കഞ്ഞുകൂടിയൊന്നുമല്ല. പോലീസ് ഓഫീസർ പറഞ്ഞ് ഇവർക്ക് മാസ ശമ്പളത്തിലോ ഡെയിലി ശമ്പളത്തിലോ ചില ശക്തമായ ലോബികൾ ഇവരുടെ പിന്നിലുണ്ട്. അവരാണ് ഇതിന്റെ പിന്നിൽ വിട്ടുകൊണ്ട് ഇവർക്ക് വന്നാൽ 100, 200 അല്ലെങ്കിൽ 300 രൂപ ഇങ്ങനെ ഏരിയ വിട്ടാണ് ഒരു പിരിവിന് പോകുന്നത്. അപ്പൊ കൊടുക്കുന്നവർ പലപ്പോഴും ഒരുപക്ഷെ ഇത് തീവ്രവാദ പ്രവർത്തനം ഉപയോഗിക്കുന്ന അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല പണം കൊടുക്കുന്നത്. ഒരു സംഭാവന പിരിക്കുന്നു, ശരിയാണ്. ഇപ്പൊ ഹജ്ജിന് പോകണമെന്ന് പറയുന്നു. വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടോടുകൂടി ഹജ്ജിന് പോകാൻ പറ്റാത്ത എത്രയോ മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അതിനുള്ളൊരു സമ്മതി എന്ന് പറയുമ്പോൾ സാമ്പത്തികമുള്ളവർ സഹായിച്ചെന്നിരിക്കാം. കാര്യം അവരുടെ മതവും അങ്ങനെ അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ പിന്നെ ഈ പണം തീവ്രവാദ പ്രവർത്തനത്തിനാണ് പണം കൊടുക്കുന്നതെങ്കിൽ ഏറ്റവും വലിയ തെറ്റ് വാങ്ങിക്കുന്നവരെക്കാൾ വലിയ തെറ്റ് കൊടുക്കുന്നവരാണ്. വാങ്ങിക്കുന്നവരല്ല വലിയ തെറ്റ് ചെയ്യുന്നത്. ആ പണം കൊടുത്ത് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഒന്നാമത്തെ കുറ്റവാളി. അപ്പൊ അവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം. അതിനകത്തൊന്നും ആരും എതിരില്ല. പക്ഷെ നമ്പ്യാർ തന്നെ പറഞ്ഞതുപോലെ അങ്ങനെ എടുക്കുമ്പോൾ അത് മുസ്ലിം വർഗീയ വേട്ടയായിട്ട് അത് മാറരുത്. അത് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാം. പലപ്പോഴും അങ്ങനെ പല നിയമങ്ങളും പലപ്പോഴും അത് മാറ്റുന്ന ആരാ വക്കീലേ? അല്ല, പല നിയമങ്ങളും പല ഉദ്യോഗസ്ഥരും ദുരുപയോഗിച്ചാണ് നമുക്കെതിരായിട്ട് ഉപയോഗിച്ചു.